ഒരുപാട് കഷ്ടപ്പെട്ടാണ് പൊന്മാൻ ചെയ്തത്. ഇങ്ങനൊന്നും സംസാരിക്കണമെന്ന് അറിയില്ല. ഒന്ന്. രണ്ട്, ഈ ഒരു സിനിമ ചെയ്യുന്ന ഒരു ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു. അപ്പം കലാസംവിധാനം നടന്ന സമയത്ത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നമ്മുടെ 4 ചെറുപ്പക്കാരായിരിക്കുന്നവരെല്ലാം ഈ കഥയുടെ ആൾക്കാരായിരിക്കുന്നു മൊത്തം. അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തപ്പിത്തേടി ഇന്ദുവൻ ചേട്ടനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഇന്ദുവൻ ചേട്ടൻ നിന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഏറ്റവും അടിച്ചു, കഥയില്ല, എഴുതാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവാക്കി. ഞാൻ പിന്നെ ചേട്ടനെ വിളിക്കും, ചേട്ടൻ്റെ പോവും. അപ്പം കോവിഡ് വന്നു. അപ്പോൾ ഞങ്ങളുടെ കഥകൾ മുഴുവൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അന്നെല്ലാം ഇന്ദുവൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ദുവൻ ചേട്ടൻ പറഞ്ഞു, ഇതിനകത്ത് കഥയൊന്നുമില്ല ജോഷ് വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഇതൊരു കൊല്ലത്ത് നടക്കുന്നൊരു കഥയാണ്, അപ്പോൾ ഒരു കൊല്ലംകാരൻ എഴുതണമെന്ന് പറഞ്ഞു. അതിൽ പുള്ളി ഒന്ന് അനങ്ങി. ഇന്ദുവൻ കൊല്ലത്ത് എന്ത് കഥ? അപ്പം നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെയും സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും. നമ്മുടെ ബാസ്റ്റിൻ, മറുതാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെയും പോയി. അദ്ദേഹത്തെ പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും, ജോഷേ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം എന്തോ ചേട്ടൻ പറഞ്ഞ്, ജോഷേ ഞാനൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്, ജ്യോതിഷ് ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചിട്ട് എനിക്ക് ഒരു 13 പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 13 പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പം തന്നെ ഞാൻ സാനുചേട്ടനിലേക്ക് വിളിച്ചു, സാനുചേട്ടാ ഇന്ദുവൻ ചേട്ടൻ്റെ കഥ വന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം പറഞ്ഞ്, കഥ കൊള്ളാമെങ്കിൽ ഞാൻ ചെയ്യാൻ ചോദിച്ചേന്. പ്രതീക്ഷയില്ലായിരുന്നു. കോവിഡ് സമയത്ത് വൈക്കത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോയി. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോയിഷേ ഞാൻ ഈ സിനിമ ചെയ്യാം. അപ്പം അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിൽ ഇരുന്ന്. അപ്പം സാനുചേട്ടനായി, ഇന്ദുവൻ ചേട്ടനായി, സാനുചേട്ടനായി, ഇനി ഒരു നടനെ വേണം. അങ്ങനെ അന്വേഷിച്ച് 1-2 നടന്മാരുടെ പുറകെ പോയി. അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ എന്തോ സംഗീത കാരണങ്ങൾ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത്. അപ്പം ഞാൻ ഹൈദരാബാദിലൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ബെന്നി കട്ടപ്പനെ വിളിച്ച് പറഞ്ഞു, ബെന്നി ആ പുസ്തകം എടുത്തൊന്ന് ബേസിലിന് കൊടുക്കുമെന്ന് ചോദിച്ചു. ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ളതുകൊണ്ട് സിനിമ ഉണ്ടായി. ആ ബുക്ക് എടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു. ബേസിൽ ചെയ്യാമെന്ന് ഏറ്റു. അപ്പം രഞ്ജിത്ത് കർണാകനാണ് പറയുന്നത്, എടാ ഉഗ്രൻ കഥയാണ്, നീ അത് എനിക്ക് തന്നാൽ ഞാൻ അജിത്ത് വിനായകയെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകയിലേക്ക് എത്തുന്നു. അങ്ങനെ പൊന്മാൻ ഉണ്ടായി. പിന്നെ സജിൻ, തിജോ മോള്, ഇരിക്കുന്ന ആനന്ദ്, എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ. എൻ്റെ മാത്രം കഴിവല്ല. എന്തായാലും ഇവിടം വരെ എത്തിയ സന്തോഷം. ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്, ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല സിനിമ. ബാക്കി എല്ലാ കലാരൂപവും അങ്ങനെയല്ല. ഒരാൾ വിചാരിച്ചാൽ പാട്ട്